ഹായ് എവ്രി വൺ, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് ഒരു വിശകലനം ചെയ്യുന്നതിന് മുമ്പേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഡാറ്റ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ജൂലൈ മാസത്തിലെ NSE പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ടോപ്പ് 10 ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൻ്റെ ആക്റ്റീവ് ക്ലയൻറ്റുകളുടെ എണ്ണം ചില ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ ടോപ്പ് 10 ബ്രോക്കേഴ്സിനെ ഒരു റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇപ്പോഴും ഗ്രോ തന്നെയാണ്. അപ്പോൾ ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും നിൽക്കുന്നത് ഗ്രോ തന്നെയാണ്. 1,31,00,000 ആക്റ്റീവ് ക്ലയൻസ് ആണ് ഇവർക്കുള്ളത്. കഴിഞ്ഞ മാസം മാത്രം ഏകദേശം 70,000 പുതിയ ക്ലയൻറ്റ് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് സെറോദയാണ്. അവിടെ 67 ലക്ഷത്തോളമുള്ള ക്ലയൻസ് ആണുള്ളത്. എന്നാൽ സെറോദയുടെ ആക്റ്റീവ് ക്ലയൻസിൻ്റെ എണ്ണം കഴിഞ്ഞ മാസം 38,000-ലധികം കുറഞ്ഞിട്ടുണ്ട്. ഏഞ്ചൽ വണ്ണാണ് മൂന്നാം സ്ഥാനത്ത്, 66 ലക്ഷത്തോളം ക്ലയൻറ്റുകളുള്ളത്. പക്ഷെ അവിടെ കഴിഞ്ഞ മാസം 286 ആക്റ്റീവ് ക്ലയൻറ്റുകൾ മാത്രമാണ് ആഡ് ചെയ്യപ്പെട്ടുള്ളത്. അതുപോലെ ICICI സെക്യൂരിറ്റീസ് ആണ് അടുത്തത്, 21 ലക്ഷത്തോളം ക്ലയൻറ്റുകളാണുള്ളത്. അവിടെ കഴിഞ്ഞ മാസം 11,000-ൻ്റെ ആക്റ്റീവ് ക്ലയൻസ് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്സ്റ്റോക്സിലേക്ക് വന്നാൽ 18 ലക്ഷത്തോളം ആക്റ്റീവ് ക്ലയൻസ് ആണുള്ളത്. കഴിഞ്ഞ മാസം 26,000 ക്ലയൻസിൻ്റെ കുറവുണ്ടായിട്ടുണ്ട്. അടുത്ത കൊഡാക് സെക്യൂരിറ്റീസ് ആണ്, 13 ലക്ഷത്തിലധികമുള്ള ഒരു ആക്റ്റീവ് ക്ലയൻസ് ആണുള്ളത്. കഴിഞ്ഞ മാസം 2,546 ക്ലയൻറ്റുകൾ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന് HDFC സെക്യൂരിറ്റീസ് ആണ്. അവിടെ 13 ലക്ഷത്തിൻ്റെ ക്ലയൻസ് ആണ് ഉണ്ടായത്. അത് 9,169-ൻ്റെ കുറവ് കഴിഞ്ഞ മാസം ഉണ്ടായിട്ടുണ്ട്. അടുത്തത് ധനാണ്. അവിടെ 10 ലക്ഷത്തിലധികമുള്ള ക്ലയൻസ് ആണുള്ളത്. 14,000 ക്ലയൻറ്റുകൾ പുതുതായിട്ട് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അടുത്തതായിട്ട് SBI ക്യാപ് സെക്യൂരിറ്റീസ് ആണ്. അവിടെ 10 ലക്ഷത്തിലധികം ക്ലയൻസ് ഉണ്ട്. കഴിഞ്ഞ മാസം 47,000-ഓളം ക്ലയൻറ്റിൻ്റെ കുറവുണ്ടായിട്ടുണ്ട്. അടുത്ത മോട്ടിലാൽ ഓസ്വാളാണ്. ഏകദേശം 9 ലക്ഷത്തിനടുത്ത് ക്ലയൻസ് ഉണ്ട്. അവിടെ കഴിഞ്ഞ മാസം 1,748 ക്ലയൻസിൻ്റെ കുറവുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ജൂലൈ മാസത്തിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ക്ലയൻറ്റുകളെ സ്വന്തമാക്കിയത് ഗ്രോ ആണ്. അതുപോലെ ധൻ സെക്യൂരിറ്റീസ് ഏകദേശം 14,000-ഓളം പുതിയ ക്ലയൻറ്റുകളെ ആഡ് ചെയ്തുകൊണ്ട് SBI ക്യാപ് സെക്യൂരിറ്റിനെ മറികടന്നുകൊണ്ട് 8ാം സ്ഥാനത്തേക്ക് അത് ഉയർന്നതായിട്ട് കാണാം. ആക്റ്റീവ് ക്ലയൻറ്റുകളുടെ എണ്ണത്തിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് SBI ക്യാപ് സെക്യൂരിറ്റീസ് ആണ്. അത് കഴിഞ്ഞാൽ സെറോദയാണ്. ഇപ്പോൾ ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിലും ജൂലൈ മാസത്തിലെ മാർക്കറ്റിലെ മന്ത്ലി ആക്റ്റീവ് ക്ലയൻസിൻ്റെ എണ്ണത്തിൽ മൊത്തത്തിൽ 1.8% ഒരു കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിനോട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു സമീപനമാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 1-2 വർഷങ്ങളായി നമ്മുടെ മാർക്കറ്റ് തികച്ചും അണ്ടർ പെർഫോമിംഗ് എന്നുള്ള രീതിയിലാണ് കണ്ടുവരുന്നത്. അപ്പോൾ മാർക്കറ്റിനോട് ആവേശത്തോട് പ്രതികരിക്കാനുള്ള ഒരു മുന്നേറ്റം നമ്മൾ മാർക്കറ്റിൽ കാണുന്നില്ല. ഒരു കൺസോളിഡേറ്റിംഗ് മാർക്കറ്റ് സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ അവരെ ക്ഷമ നശിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഇൻവെസ്റ്റർ ആകാൻ വലിയൊരു റോക്കറ്റ് സയൻസ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. അത് ഉയർന്ന IQ ഉള്ള ഒരാൾ കുറഞ്ഞ IQ ഉള്ള ഒരാളെ തോൽപ്പിക്കുന്ന ഒരു കളിയല്ല, മറിച്ച് അത് ബേസിക്കലി ഒരു സൈക്കോളജിക്കൽ ഗെയിമാണ്. അപ്പോൾ ഇത്തരത്തിലൊരു കൺസോൾട്ടേഷൻ ഫേസിലൂടെ വലിയ ചലനങ്ങൾ കാണിക്കാത്ത ഈ ഒരു മാർക്കറ്റ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികൾ അതിൻ്റെ അടിത്തറ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കുകളുടെ ബിസിനസ് അടിത്തറ ശക്തമാണെങ്കിൽ മാർക്കറ്റിൻ്റെ ഈ ഒരു തളർച്ച അതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. അപ്പോൾ ഈ ഒരു കൺസോൾട്ടേറ്റിംഗ് സ്റ്റേജ് കുറഞ്ഞ ചിലവിൽ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് ഒരു ഇൻവെസ്റ്റർ കാണുക. അപ്പോൾ അവിടെയാണ് ഇതൊരു സൈക്കോളജിക്കൽ ഗെയിമാണെന്ന് പറയുന്നത്. മാർക്കറ്റ് ഒരേ നിലയിൽ നിൽക്കുമ്പോൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഓരോ ബൈ ഓൺ ഡിപ്സ് എന്നുള്ള അടിസ്ഥാനത്തിൽ നല്ല സ്റ്റോക്കുകൾ കൂടുതൽ ശേഖരിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഒരു ഇൻ്റലിജൻറ്റ് ഇൻവെസ്റ്റർ ഈ സമയത്ത് ശ്രമിക്കുക. അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാവാത്തതിൻ്റെ കാരണം മാർക്കറ്റിനോട് ഇനി വലിയ പ്രതീക്ഷയില്ല എന്ന് കാണുന്ന കുറേ ഇൻവെസ്റ്റേഴ്സ് ഷെയ്ക്ക് ഔട്ടായിട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ മാർക്കറ്റിൽ വലിയ ക്രാഷ് ഒന്നും സംഭവിച്ചിട്ടില്ല. കൊറോണ പീരീഡിലൊക്കെ ഉണ്ടായ ക്രാഷുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ മാർക്കറ്റ് യഥാർത്ഥത്തിൽ വളരെ ശാന്തമാണ്. അതുകൊണ്ട് ഇതൊരു അവസരമായി കാണുന്നവരാണ് യഥാർത്ഥ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഇന്നത്തെ ഇനി ഓവറോൾ മാർക്കറ്റ് പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് 90-ന് മുകളിൽ പോയത് അത് തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിൽ ജൂണിൽ ഒപ്പുവെച്ച ആ ഒരു ടെമ്പററി സീസ് ഫയർ ഡീല് അത് 60 ദിവസത്തെ ഒരു സീസ് ഫയർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കാലാവധി ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതിന് റിന്യൂ ചെയ്യാനുള്ള ഉദ്ദേശമില്ലെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇപ്പോൾ ലോകത്തിലെ 20% ഓയിൽ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന ഹോർമസ് സ്ട്രെയ്റ്റിലെ ആ ഒരു ഷിപ്പ് മൂവ്മെൻറ്റ് അവിടെ ഇറാനും ഒമാനും ചേർന്ന് പുതിയൊരു ധാരണയിലെത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതിനെതിരെ ഇപ്പോൾ ട്രംപ് പറഞ്ഞിട്ടുള്ളത്, അമേരിക്കയ്ക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ ഒമാൻ ഇറാനുമായി ചേർന്ന് ഹോർമസ് സ്ട്രെയ്റ്റ് നിയന്ത്രിക്കാൻ ഇടപെടുകയോ വഴിമുടക്കുകയോ ചെയ്താൽ ഒമാനെതിരെ ശക്തമായ
സൈനിക നീക്കം ഉണ്ടാകുമെന്നാണ് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നാൾ അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ ഒരു മധ്യസ്ഥത വഹിച്ച രാജ്യം എന്നുള്ള നിലയിൽ ഒമാനെതിരെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ട്രംപ് നടത്തിയത് ഗ്ലോബലായിട്ട് ഡിപ്ലോമാറ്റിക് സർക്കിളുകളിലൊക്കെ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാറിൻ്റെ ഗതി വേറെ രീതിയിലേക്ക് മാറുമോ എന്ന സംശയമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു അൺസർട്ടനിറ്റി ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അതാണ് 90 മുകളിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ പൊസിഷൻ എടുത്തവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെ 64 പോയിന്റിൻ്റെ ഒരു ഗ്യാപ് ഡൗൺ കണ്ടപ്പോൾ തന്നെ അവർ പാനിക് ആയിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും ഓപ്പൺ ഇൻട്രസ്റ്റുകളിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു പൊസിഷൻസൊക്കെ ചേഞ്ച് ആയിട്ട് ഒരു ബിയറിഷ് സൈഡിലേക്ക് കൂടുതലായിട്ട് പോയതായിട്ട് കാണും. കാരണം ഇന്നലെ പുട്ട് കോൾ റേഷ്യോ 1 എത്തിയിരുന്നു. പക്ഷേ ഇന്നത് 0.6 ലെവലിലേക്ക് താഴ്ന്നിരുന്നു. കൂടാതെ 24,200 മാക്സ് പെയിൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ട്രേഡേഴ്സ് ആ ഒരു ലെവലിലേക്ക് മാക്സിമം ക്ലോസിങ്ങിന് വേണ്ടി ശ്രമിച്ചെങ്കിലും അത് സംഭവിച്ചില്ല. ഫൈനലായിട്ട് നമ്മൾ കാണുന്ന 24,154 താഴെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തുടർച്ചയായിട്ട് 6 ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി റെഡിലാണ് ക്ലോസ് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് സ്മോൾ ക്യാപ്പിലും മൈക്രോ ക്യാപ്പിലും ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. അപ്പോൾ ഇൻഡെക്സ് ലെവലിൽ ഈ ഒരു എക്സ്പയറി ഡേയിൽ ഉണ്ടായിട്ടുള്ള ഒരു മാനേജ്മെൻ്റ് ആണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കണ്ടത്. അപ്പോൾ ഓവറോൾ മാർക്കറ്റ് ബ്രെഡ്ത്ത് അത്ര മോശമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം 42% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 52% സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്യാനുണ്ടായിട്ടുള്ളത്. ഇന്ന് നിഫ്റ്റി ഓട്ടോ, ഫാർമ, ഹെൽത്ത് കെയറിലൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഗെയിൻ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ എനർജി, ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിലുള്ള എക്സ്പ്ലോറേഷൻ കമ്പനികളിൽ ഇപ്പോൾ ONGC, റിലയൻസിലൊക്കെ പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. എന്നാൽ അവിടെ കാര്യമായ തകർച്ച നേരിട്ടിരിക്കുന്നത് നിഫ്റ്റി IT സെക്ടറിലാണ്. അതിൻ്റെ കൂടെ റിയാലിറ്റി, കൺസ്യൂമർ, ഏവിയേഷൻ മേഖലകളിലും നല്ല തകർച്ച നേരിട്ടതായിട്ട് കാണാം. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ ബ്രണ്ട് ക്രൂഡ് $91 പെർ ബാരലിലേക്ക് ഉയർന്നത് മാർക്കറ്റിനെ നല്ല തോതിൽ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ചില സെക്ടറിലുള്ള ഇമ്പാക്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ US ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പി അതിൻ്റെ മൂല്യം വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ് FIICൻ്റെ ശക്തമായ സെല്ലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മാസം അവർ നടത്തിയ ഒരു ഉയർന്ന സെല്ലിംഗ് ആയിരുന്നു. അപ്പോൾ ഇന്ത്യൻ റുപ്പി ഈ രീതിയിൽ വീക്കാകുന്നത് FIICൻ്റെ കൂടുതൽ ഔട്ട്ഫ്ലോയ്ക്ക് ഒരു പക്ഷേ കാരണമായേക്കും. ഇത് കൂടാതെ US ബോണ്ട് ഈൽഡ് ഉയർന്നതും FIICൻ്റെ സെൻറ്റിമെൻറ്റ്സിൽ മാറ്റമുണ്ടാക്കിയേക്കാം. കാരണം US-ൻ്റെ 10-year ബോണ്ട് ഈൽഡ് ഇപ്പോൾ 4.73 എന്നുള്ള 52 വീക്ക് ഹൈയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് നിഫ്റ്റി ഹെവി വെയിറ്റ് സ്റ്റോക്കായിട്ടുള്ള റിലയൻസിൽ ഒരു 0.4% അപ്സൈഡ് മൂവ് ഉണ്ടായതായിട്ട് കാണാം. മാർക്കറ്റ് ഡൗൺ ആയിട്ടും റിലയൻസ് ഈ രീതിയിൽ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് നൽകാനുള്ള കാരണമായിട്ട് കാണുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസും ബ്രിട്ടീഷ് എയറോസ്പേസ് മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ള റോൾസ് റോയ്സും തമ്മിൽ ആ പുതിയ ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് അത് റിലയൻസിൽ ഒരു ബുള്ളിഷ് വ്യൂ ഉണ്ടാവാൻ കാരണമായിട്ടുണ്ട്. കാരണം ഗ്ലോബൽ ബ്രോക്കറേജ് ആയിട്ടുള്ള മോർഗൻ സ്റ്റാൻലി റിലയൻസിൻ്റെ സ്റ്റോക്കുകളിൽ ഇത്തരത്തിലുള്ള ഒരു ബുള്ളിഷ് വ്യൂ ആവർത്തിച്ചതായിട്ട് കാണാം. അപ്പോൾ ഇന്ത്യയുടെ 5th ജനറേഷൻ എയർക്രാഫ്റ്റുകളായ AMC അഥവാ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് അതിൻ്റെ പ്രോഗ്രാമിനായിട്ട് ഡൊമസ്റ്റിക്കലായിട്ട് എൻജിൻസ് ഡിസൈൻ ചെയ്യാനും അത് നിർമ്മിക്കുവാനും മെയിൻ്റനൻസ് ചെയ്യാനും റിലയൻസും റോൾസ് റോയ്സും കൈകോർക്കുകയാണ്. അപ്പോൾ ഇതിനായിട്ട് ഇന്ത്യയിൽ ഒരു പ്രത്യേക എയറോസ്പേസ് ഗ്യാസ് ടർബൈൻ കോംപ്ലക്സ് സ്ഥാപിക്കാനും ഈ കമ്പനികൾ പദ്ധതിയിടുകയാണ്. ഇപ്പോൾ റിലയൻസിൻ്റെ ഈ ഒരു ഡൈവേഴ്സിഫിക്കേഷനാണ് മോർഗൻ സ്റ്റാൻലി വളരെ പോസിറ്റീവായിട്ട് കാണുന്നത്. കാരണം അവർക്ക് എനർജി, പെട്രോ കെമിക്കൽസ്, റീറ്റെയിൽ, ഡിജിറ്റൽ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട മേഖലകൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതേ ലെവലിലുള്ള ഒരു സ്കെയിലപ്പ് ഈ ഒരു ഡിഫൻസ് എയറോസ്പേസ് മേഖലയിലേക്ക് കടക്കുന്നതോടെ റിലയൻസ് നേടുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് കീഴിൽ ഡിഫൻസ് പ്രൊഡക്ഷനും എക്സ്പോർട്ടിനും മുൻഗണന നൽകുന്നതിനാൽ ഈ ഒരു സംരംഭം റിലയൻസിന് വലിയ ബിസിനസ് അവസരങ്ങൾ തുറന്നു നൽകുമെന്നാണ് മോർഗൻ സ്റ്റാൻലി വിലയിരുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ബ്രോക്കറേജ് ഹൗസുകളും റിലയൻസിൻ്റെ ആ ഒരു ടാർഗറ്റ് പ്രൈസ് ഉയർത്തിയതായിട്ട് നമുക്ക് കാണാം. ഇത് നമ്മൾ ഇന്ന് സിറ്റി പുറത്തുവിട്ടിട്ടുള്ള ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ചുള്ള ചില റിപ്പോർട്ടുകൾ കാണാം. അതിൽ ഈ Q1 റിസൾട്ടുമായി ബന്ധപ്പെട്ട് അവർ പറയുന്നത് സെക്ടറുകളിലുടനീളം മികച്ച Q1 ഫൈനാൻഷ്യൽ കോർപ്പറേറ്റ് ഏർണിങ്സ് ആണ് വന്നിട്ടുള്ളത് എന്നാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 2027 ജൂണിൽ ഇവർ ഓൾറെഡി നിശ്ചയിച്ച 26,000 എന്നുള്ള നിഫ്റ്റിയുടെ ടാർഗറ്റ് ഇപ്പോൾ 26,800 എന്ന ലെവലിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ സിറ്റിയുടെ ഒരു ഡാറ്റ പ്രകാരം BSE 100 കമ്പനികളിൽ 44 കമ്പനികൾ അവരുടെ ആ ഒരു ഏർണിങ്സ് എക്സ്പെക്റ്റേഷനെ മറികടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ 50ഓളം കമ്പനികളുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അവരുടെ എക്സ്പെക്റ്റേഷന് മുകളിലേക്ക് വന്നിട്ടുണ്ട്. 58ഓളം കമ്പനികളുടെ നെറ്റ് പ്രോഫിറ്റ് അവരുടെ എക്സ്പെക്റ്റേഷന് ബീറ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അവിടെ ഫൈനാൻഷ്യൽസ്, ടെലികോം, ഹെൽത്ത് കെയർ, യൂട്ടിലിറ്റീസ് മേഖലയിലാണ് ഇവർ ഈ രീതിയിലുള്ള ഒരു ഗ്രോത്ത് കാണുന്നത്. എന്നാൽ അവർ അണ്ടർ വെയ്റ്റ് ആയിട്ട് നൽകുന്ന ചില മേഖലകളുണ്ട്. അതിലൊന്ന് IT ആണ്, മറ്റൊന്ന് കൺസ്യൂമർ സ്റ്റാപ്പിൾസ്, അതുപോലെ മെറ്റൽസ്. ഈ മേഖലകളിൽ നിന്നും
മാറി നിൽക്കണമെന്നാണ് അവരുടെ ഉപദേശം. അവരുടെ ടോപ്പ് ലാർജ് ക്യാപ് പിക്സിൽ ഇപ്പോൾ അവർ ആക്സിസ് ബാങ്കിനെ ഉൾപ്പെടുത്തിയതായിട്ടും കാണാം. അപ്പോൾ അവർ ബുള്ളിഷായിട്ടുള്ള ചില സ്റ്റോക്കുകളിലൊന്ന് ലോറസ് ലാബ്സ് ആണ്. FY28 അവരുടെ എക്സ്പെക്റ്റേഷൻ 41% റവന്യൂ ഗ്രോത്താണ്. അതുപോലെ ഗ്രാന്യൂൾസ് ഇന്ത്യയിൽ 278% റവന്യൂ ഗ്രോത്താണ് FY28 അവർ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ നുവോക്കോ വിസ്റ്റാസ് FY28 33% ഒരു എക്സ്പെക്റ്റേഷനാണ് അവർക്കുള്ളത്. അതുപോലെ ഇൻഫോ എഡ്ജിൽ 26% ഒരു എക്സ്പെക്റ്റേഷനും, ഡിവിസ് ലബോറട്ടറീസിൽ 15%, ഗ്ലാൻ ഫാർമയിൽ 16% എക്സ്പെക്റ്റേഷനാണ് അവർ പറയുന്നത്. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ലെവലുകളിലേക്ക് വന്നാൽ, ഇപ്പോൾ നിഫ്റ്റി 24,200 താഴെ ക്ലോസ് ചെയ്ത സ്ഥിതിക്ക് ഇനിയുള്ള ഒരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് 24,050, 24,000 എന്ന ലെവലിലാണ്. അത് കഴിഞ്ഞാൽ പിന്നീടുള്ള സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറയുന്നത് 23,800, 23,900 എന്ന ലെവലുകളിലാണ്. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഉള്ളത് 24,400, 450 എന്ന ലെവലുകളിലാണ്. അപ്പോൾ ഗ്ലോബൽ ക്യൂസ് കൂടുതൽ വീക്കായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ നിഫ്റ്റി വീണ്ടും 24,000 താഴേക്ക് പോകുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത്. അപ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള ഡിപ്ലോമാറ്റിക് ടോക്കുകളിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്പോർട്ടുകൾ വന്നാൽ മാത്രമേ മാർക്കറ്റിന് ഇനി മുന്നോട്ടേക്ക് പോകാൻ കഴിയൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.